എല്ലാവർക്കും നമസ്കാരം. മൈക്ക് എല്ലാവരും ഓഫ് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് ഒന്നുകൂടെ മംഗളാചരണം ചൊല്ലി ആരംഭിക്കാം. ഓം ഗുരുർബ്രഹ്മ ഗുരുർവിഷ്ണു ഗുരുർദേവോ മഹേശ്വരഃ ഗുരുർ സാക്ഷാത് പരം ബ്രഹ്മ തസ്മൈ ശ്രീ ഗുരവേ നമഃ. ഓം ശ്രീനാരായണ പരമഗുരവേ നമഃ. ശ്രീനാരായണ ധർമ്മം എന്ന കൃതിയാണ് നമ്മൾ വിചാരം ചെയ്യുന്നത്. കഴിഞ്ഞ ക്ലാസ്സിൽ ഈ കൃതിയുടെ പ്രഥമ സർഗത്തെക്കുറിച്ച് സംക്ഷിപ്തമായിട്ട് മനനം ചെയ്തു. വളരെ പ്രാചീനമായൊരു മന്ത്രമാണ്. മാത്രമല്ല ഏകദേശം എല്ലാവർക്കും അറിയാവുന്ന പ്രസിദ്ധമായൊരു മന്ത്രമാണ് സത്യമേവ ജയതേ ന അനൃതം എന്നുള്ളത്. ഒരു ഉപനിഷത്ത് മന്ത്രമാണ്. മന്ത്രത്തിന്റെ താത്പര്യം സത്യം മാത്രമേ ജയിക്കൂ, ന അനൃതം, അസത്യത്തിന് ഒരിക്കലും ജയമുണ്ടാകില്ല എന്നാണ്. ഈ സത്യം എന്നതിൻ്റെ പ്രായോഗിക രൂപമാണ് ധർമ്മം എന്നുള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഗുരുദേവൻ ഇതേ അർത്ഥത്തെ ബോധിപ്പിക്കുന്ന രീതിയിൽ ധർമ്മ സർവത്ര വിജയി എന്ന് പറഞ്ഞിട്ടുള്ളത്. സത്യം മാത്രമേ ജയിക്കൂ എന്ന വചനവും ധർമ്മം എല്ലായിടത്തും ജയിക്കും എന്ന വചനവും നമ്മൾ പരിശോധിച്ചാൽ സത്യവും ധർമ്മവും ഒന്നു തന്നെയാണെന്ന് മനസ്സിലാക്കാം. ഇതിലൂടെ വളരെ ഉയർന്ന ഒരു ദർശനവും നമുക്ക് ലഭിക്കുന്നു. ജീവിതത്തിന്റെ ആത്യന്തിക വിജയത്തിന് ധർമ്മം അനിവാര്യമാണെന്ന ദർശനമാണത്. ധർമ്മത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നമുക്കൊരു വിജയം സാധ്യമല്ല. കാരണം വിജയം എന്ന് പറയുന്നത് തന്നെ ധർമ്മമാണ്. പക്ഷെ ഇവിടെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഈ ലോകത്തിൽ മുഴുവൻ തന്നെ നമ്മുടെ വ്യാവഹാരിക ജീവിതത്തിലും ഈ ധർമ്മവും അധർമ്മവും കൂട്ടിക്കുഴഞ്ഞ് കൂടിച്ചേർന്ന് ഇരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് ധർമ്മമേത് അധർമ്മമേത് എന്ന് വ്യക്തമായിട്ട് പലപ്പോഴും
നമുക്ക് തിരിച്ചറിയാൻ കഴിയില്ല. ഞാൻ പോകുന്ന വഴി അത് ധാർമ്മികമാണ്, ധർമ്മത്തിന്റെ വഴിയാണ് എന്ന് തിരിച്ചറിഞ്ഞാൽ മാത്രമേ നമുക്ക് ആ വഴിയിലൂടെ മുന്നോട്ട് പോകാൻ സാധിക്കും. അതുകൊണ്ട് ധർമ്മത്തെയും അധർമ്മത്തെയും തിരിച്ചറിയുക എന്നുള്ളത് ജീവിത വിജയത്തിന്റെ അനിവാര്യമായ ഒരു ഘടകമാണ്. പക്ഷെ ഏറ്റവും വലിയൊരു പ്രതിസന്ധി, ധർമ്മത്തെ നമുക്ക് വളരെ എളുപ്പത്തിൽ തിരിച്ചറിയാൻ ഒട്ടും തന്നെ സാധിക്കില്ല. നമ്മൾ കരുതും വളരെ ഈസി ആയിട്ട് നമുക്ക് ധാർമ്മികമായ ഒരു മാർഗത്തെ, സത്യത്തെ മനസ്സിലാക്കാൻ സാധിക്കും, ആ വഴിയിലൂടെ വളരെ സഹജമായിട്ട് മുന്നോട്ട് പോകാൻ സാധിക്കും എന്ന് നമ്മൾ കരുതും. പക്ഷേ പലപ്പോഴും ധർമ്മത്തിന്റെ സ്വരൂപത്തെ മനസ്സിലാക്കുക എന്നുള്ളത് വളരെ ക്ലിഷ്ടമാണ്, വളരെ കഠിനമാണ്. നാം ഇന്ന് ധർമ്മമെന്ന് കരുതി ചെയ്യുന്ന പല കാര്യങ്ങളും വാസ്തവത്തിൽ അത് അധർമ്മമായിരിക്കും. ഇനി അധർമ്മം എന്ന് കരുതി ചെയ്യുന്ന കാര്യങ്ങൾ അത് ധർമ്മവുമായിരിക്കും. നമ്മുടെ മുമ്പിൽ പ്രത്യക്ഷമായ ഒരു കാഴ്ച കാണുകയാണ്, നാം കരുതുന്നു ഇത് അധർമ്മമാണ്. പക്ഷെ ചിന്തിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ 3 കാലങ്ങളെയും എടുത്ത് വിചാരം ചെയ്തു കഴിഞ്ഞാൽ അത് ധർമ്മമായിരിക്കാം. ഈ ധർമ്മത്തെ നമുക്ക് മനസ്സിലാക്കാൻ ഏറ്റവും ക്ലിഷ്ടമായിട്ട് അനുഭവപ്പെടുന്നത് മഹാഭാരതം എന്ന കൃതിയിലാണ്. മഹാഭാരതത്തെ നമ്മൾ പഠിക്കുന്ന സമയത്ത് തീർത്തും അധാർമികമെന്ന് തോന്നുന്ന പല കാര്യങ്ങളും അത് ധർമ്മയുക്തമായിരിക്കും. മാത്രമല്ല, ധർമ്മം നമ്മുടെ ജീവിതത്തിലേക്ക് വിരുദ്ധ ഭാവങ്ങൾ കൈക്കൊണ്ടുവരും. വിരുദ്ധ ഭാവങ്ങൾ എന്ന് പറഞ്ഞാൽ, നമുക്ക് ഏതെങ്കിലും ഒരു കാര്യത്തെ ചെയ്യണം, ഏതെങ്കിലും ഒന്നിനെ ഉപേക്ഷിക്കണം. നമ്മുടെ മുമ്പിൽ 2 കാര്യങ്ങൾ വന്നു എന്ന് കരുതുക. ആ 2 കാര്യങ്ങളിൽ ഒന്നിനെ നാം സ്വീകരിക്കണം, ഒന്നിനെ ഉപേക്ഷിക്കണം. പക്ഷേ ഈ 2 കാര്യങ്ങളും നമുക്ക് ഉപേക്ഷിക്കാൻ വയ്യ. ഈ 2 കാര്യങ്ങളും ധർമ്മം തന്നെയാണ്. അപ്പോൾ നാം ഏതിനെ സ്വീകരിക്കണം, ഏതിനെ ഉപേക്ഷിക്കണം എന്നുള്ളൊരു വിരോധഭാവം, ഒരേ ഒരു ധർമ്മത്തിന്റെ തന്നെ വിരോധഭാവങ്ങൾ നമ്മുടെ മുമ്പിൽ വരും. ഉദാഹരണത്തിന് വളരെ വളരെ ഒരു കട്ടി കുറഞ്ഞൊരു ഉദാഹരണം. ഒരു വ്യക്തി, ഒരു ചെറുപ്പക്കാരൻ, ആ ചെറുപ്പക്കാരന്റെ മനസ്സിൽ ശക്തമായൊരു ആഗ്രഹം ഉണ്ടാവുകയാണ്, അദ്ദേഹത്തിന് സന്യാസം സ്വീകരിക്കണം. ജീവിതത്തിൽ കുഞ്ഞുനാളിലെ ആധ്യാത്മികമായ താല്പര്യം വന്നു, ശാസ്ത്രങ്ങൾ പഠിക്കണം, ശാസ്ത്ര ഗ്രന്ഥങ്ങൾ പഠിക്കണം, ഒരു ആചാര്യന്റെ അടുത്ത് പോകണം, എന്ത് വില കൊടുത്തും സന്യസിക്കണം എന്നൊരു ഉറച്ച തീരുമാനവും ഉറച്ച ആഗ്രഹവും ഒരു വ്യക്തിയുടെ മനസ്സിലുണ്ടായി. നമുക്കറിയാം, സന്യാസം എന്ന് പറയുന്നത് വ്യാവഹാരികമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളെയും ഉപേക്ഷിച്ചുള്ള ഏകാന്തമായ ആധ്യാത്മിക യാത്രയാണ്. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യം ആ വ്യക്തിയുടെ മുമ്പിൽ വന്നു, സന്യാസം എടുക്കുവാൻ ഉള്ളൊരു സാഹചര്യം. ഒരു ഗുരുനാഥനെ കിട്ടി, ഒരു ആശ്രമ സങ്കേതം കിട്ടി, ഇനി എല്ലാം ഉപേക്ഷിച്ച് സന്യാസം എടുത്താൽ മതി. അപ്പോൾ സന്യാസം എന്ന മാർഗവും ധർമ്മമാണ് എന്ന് ഓർക്കണം.
പക്ഷേ ആ വ്യക്തിക്ക് ജീവിതത്തിൽ ആകെ ബന്ധു എന്ന് പറയാനുള്ളത് ആ വ്യക്തിയുടെ അമ്മ മാത്രമാണ്. അച്ഛൻ മരിച്ചുപോയി, സഹോദരങ്ങളില്ല, സഹോദരിമാരില്ല, മറ്റു യാതൊരു ബന്ധുക്കളും ഇല്ല. ഈ അമ്മയ്ക്ക് പ്രായമായി. ഈ മകൻ മാത്രമേ ഈ അമ്മയെ നോക്കാനുള്ളൂ, വേറെ ആരുമില്ല. അപ്പൊ സന്യാസത്തിന്റെ യഥാർത്ഥമായ നിയമം അനുസരിച്ച് പൂർവാശ്രമത്തിൽ ഇരുന്നു കൊണ്ട് തന്നെ നമുക്ക് സന്യസ്തനായി ജീവിക്കാം എന്നത് സാധ്യമല്ല. പൂർവാശ്രമത്തെ ഉപേക്ഷിച്ച് മാതാപിതാക്കൾ ജീവിച്ചിരിക്കെ തന്നെ അവർക്ക് പിണ്ടശ്രാദ്ധാദികൾ നിർവഹിച്ച് വിരജാഹോമം ചെയ്തിട്ടാണ് സന്യാസം എടുക്കുന്നത്. അപ്പോൾ അമ്മയെ ഉപേക്ഷിച്ചേ തീരും. അപ്പൊ ഈ വ്യക്തിയുടെ മുമ്പില്, ഞാനിതൊരു ഉദാഹരണമായിട്ട്, നമുക്ക് വിരോധധർമ്മത്തെ മനസ്സിലാക്കാനുള്ള ഉദാഹരണമായിട്ട് പറയുന്നതാണ്. ഈ വ്യക്തിയുടെ മുമ്പിൽ ധർമ്മത്തിന്റെ രണ്ട് വിരുദ്ധ ഭാവങ്ങൾ വന്നു. ഒന്ന് സന്യാസം. സന്യാസം എന്ന് പറയുന്നതും ധർമ്മമാണ്. അമ്മയെ സംരക്ഷിക്കുക, മാതാവിനെ പരിപാലിക്കുക എന്ന് പറയുന്നതും ധർമ്മമാണ്. പക്ഷെ ഈ രണ്ട് ധർമ്മങ്ങളിൽ ഏതെങ്കിലും ഒരു ധർമ്മത്തെ സ്വീകരിക്കണം, ഏതെങ്കിലും ഒരു ധർമ്മത്തെ ഉപേക്ഷിക്കണം. അപ്പൊ ഇവിടെ ആ വ്യക്തി ഏത് ധർമ്മത്തെ സ്വീകരിക്കും, ഏതിനെ ഉപേക്ഷിക്കും? രണ്ടിനെയും ഒരുപോലെ സ്വീകരിക്കാൻ സാധിക്കില്ല. ഏതെങ്കിലും ഒന്നിനെ മാത്രമേ സ്വീകരിക്കാൻ സാധിക്കൂ. ഒന്നുകിൽ സന്യാസത്തെ ഉപേക്ഷിച്ച് അമ്മയെ സംരക്ഷിക്കണം, അല്ലെങ്കിൽ അമ്മയെ ഉപേക്ഷിച്ച് സന്യാസ വൃത്തിയെ സ്വീകരിക്കണം. ഇവിടെയാണ് ഇങ്ങനെ നമ്മുടെ ജീവിതത്തിൽ ഈ ഒരു ഉദാഹരണത്തെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ പല പല ഉദാഹരണങ്ങളും ഇതേപോലെ വിരുദ്ധ ഭാവങ്ങളിൽ നമ്മുടെ മുമ്പിൽ കടന്നു വരും. അപ്പോൾ നാം ഏതിനെ സ്വീകരിക്കണം, ഏതിനെ സ്വീകരിക്കേണ്ട, ഏത് മാർഗത്തിലൂടെ പോകണം, ഏത് മാർഗത്തിലൂടെ പോകരുത് എന്നുള്ള കാര്യം നമുക്ക് വലിയ ആശയക്കുഴപ്പത്തിനുള്ളിലുണ്ടാകും. ഇവിടെയാണ് ആചാര്യന്മാർ പറയുന്നത്, ഇങ്ങനെ വിരോധ ധർമ്മഭാവങ്ങൾ നമ്മുടെ മുമ്പിൽ വന്നു കഴിഞ്ഞാൽ അവയെ നന്നായി വിചാരം ചെയ്ത് രണ്ടാക്കി മാറ്റണം. ഗൗണ ധർമ്മം എന്നുള്ളതും മുഖ്യ ധർമ്മം എന്നുള്ളതും. എന്നിട്ട് മുഖ്യധർമ്മത്തെ സ്വീകരിക്കുകയും ഗൗണ ധർമ്മത്തെ ഉപേക്ഷിക്കുകയും ചെയ്യണം. ഗൗണ എന്ന് പറഞ്ഞാൽ അപ്രധാനമായ എന്നർത്ഥം. ഇവിടെ നേരത്തെ പറഞ്ഞ ആ ഉദാഹരണത്തിൽ ആ മകനെ സംബന്ധിച്ച് മുഖ്യധർമ്മമായിട്ട് അവിടെ ഉള്ളത് അമ്മയെ സംരക്ഷിക്കുക എന്നുള്ളതാണ്. കാരണം അമ്മയ്ക്ക് വേറൊരു ആശ്രയവും ഇല്ല. ഈ മകൻ പോയി കഴിഞ്ഞാൽ മറ്റൊരു ആശ്രയവും ഇഹലോകത്തിൽ ആ അമ്മയ്ക്കില്ല. അതുകൊണ്ട് ആ ഒരു സന്ദർഭത്തിൽ സന്യാസ വൃത്തി എന്നുള്ളത് മകനെ സംബന്ധിച്ച് ഗൗണ ധർമ്മമായിട്ട് മാറുകയും അമ്മയെ സംരക്ഷിക്കുക എന്നുള്ളത് മുഖ്യധർമ്മമായിട്ട് മാറുകയും ചെയ്യുന്നു. അതുകൊണ്ട് ഗൗണധർമ്മത്തെ തൽക്കാലത്തേക്ക് ഉപേക്ഷിച്ച് മുഖ്യധർമ്മത്തെ സ്വീകരിക്കണം. ഇനി നോക്കൂ, ആ മകന് സഹോദരന്മാരുണ്ട്. ആ മകൻ തൽക്കാലം മാറിയാലും മകന്റെ വിരഹത്തിന്റെ ദുഃഖം അമ്മയ്ക്ക് ഉണ്ടാവുമെന്നല്ലാതെ അമ്മയെ സംബന്ധിച്ച് സംരക്ഷണത്തിന്റെ മറ്റു വിഷയങ്ങൾ വരുന്നില്ല. സഹോദരന്മാർ, ബന്ധുജനങ്ങൾ എല്ലാവരും ഉണ്ട്, സുരക്ഷിതയായിരിക്കുമെന്ന് കരുതുക. അവിടെ ആ മകനെ സംബന്ധിച്ച് മുഖ്യധർമ്മം സന്യാസം എന്നുള്ളതും ഗൗണധർമ്മം അമ്മയുടെ സംരക്ഷണവുമാണ്. അതുകൊണ്ട് ആ സന്ദർഭത്തിൽ മുഖ്യധർമ്മമായ സന്യാസത്തെ സ്വീകരിക്കാം. ഇപ്പൊ ഞാൻ ഇത്രയും പറഞ്ഞത് ജീവിതത്തിൽ ധർമ്മത്തിന്റെ മാർഗത്തെ സ്വീകരിക്കുക എന്നുള്ളത് നാം ഉദ്ദേശിക്കുന്ന പോലെ ഈസിയായ ഒരു കാര്യമല്ല. നമ്മൾ പലപ്പോഴും കരുതുന്നതാണ്, ഞാൻ പോകുന്ന വഴി ശരിയാണ്, ഞാൻ സത്യത്തിന്റെ മാർഗത്തിലൂടെ പോകൂ എന്ന് കരുതുന്നു. പക്ഷെ വിചാരം ചെയ്താൽ നാം പോകുന്നത് അസത്യത്തിന്റെ മാർഗത്തിലൂടെ ആയിരിക്കും. അപ്പോൾ ധർമാധർമ്മങ്ങൾ കുഴഞ്ഞു മറിഞ്ഞ് കൂടിച്ചേർന്നിരിക്കുന്ന ഈ വ്യാവഹാരിക ലോകത്തിൽ
ധർമ്മത്തെ തിരിച്ചറിഞ്ഞ് ആ ധർമ്മത്തിന്റെ പന്ഥാവിലൂടെ മുന്നേറണമെങ്കിൽ നമ്മളിൽ എന്തു വേണം? ആ ധർമ്മത്തിന്റെ മർമ്മത്തെ അറിഞ്ഞ ഒരു ഗുരുനാഥന്റെ, ഒരു ആചാര്യന്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. ധർമ്മത്തിന്റെ മർമ്മത്തെ ഇപ്രകാരം ഗൗണ മുഖ്യധർമ്മങ്ങളെയും ധർമാധർമ്മങ്ങളെയും എല്ലാം വിവേചനം ചെയ്ത് അറിയുവാൻ കഴിവുള്ള ധർമ്മ മർമ്മജ്ഞനായ ഒരു ഗുരുനാഥന്റെ, ആചാര്യന്റെ സന്നിധിയിൽ മാത്രമേ നമുക്ക് ധർമ്മമാർഗം വെളിവാകുകയുള്ളൂ. അതുകൊണ്ടാണ് കഴിഞ്ഞ ശ്ലോകങ്ങളിൽ ഗുരുദേവനെ ധർമ്മമർമ്മജ്ഞൻ എന്ന് വിശേഷിപ്പിച്ചത്. ധർമ്മത്തിന്റെ മർമ്മം അറിയുന്നയാൾ. അപ്പോൾ ധർമ്മത്തിന്റെ ജിജ്ഞാസയാണ് ഒരു ആചാര്യന്റെ, ഗുരുനാഥന്റെ സന്നിധിയിലേക്ക് നമ്മെ നയിക്കുന്നത്. ജിജ്ഞാസ മാത്രമല്ല, ആ ജിജ്ഞാസയുടെ കൂടെ ശ്രദ്ധ എന്ന് പറയുന്ന ഒരു ഗുണവും വേണം. അപ്പൊ ജിജ്ഞാസയും ശ്രദ്ധയും, ഈ രണ്ട് ഘടകങ്ങൾ നമ്മെ ഒരു ഗുരുവിന്റെ സന്നിധിയിലേക്ക് എത്തിക്കുന്നു. ഭഗവത്ഗീതയിലെ വളരെ പ്രസിദ്ധമായ ഒരു ശ്ലോകമാണ് ശ്രദ്ധാവാൻ ലഭതേ ജ്ഞാനം എന്നുള്ളത്. ശ്രദ്ധാവാനായ വ്യക്തിക്ക് അറിവ് ലഭിക്കുന്നു. നോക്കൂ, എന്തുകൊണ്ട് അവിടെ ബുദ്ധിമാൻ ലഭതേ ജ്ഞാനം എന്ന് പറഞ്ഞിട്ടില്ല? ബുദ്ധിയുള്ള ആൾക്കാണല്ലോ സാധാരണ രീതിയിൽ അറിവ് ലഭിക്കുന്നത്. അപ്പൊ ബുദ്ധിയുള്ള ആൾക്ക് മാത്രമല്ല അറിവ് ലഭിക്കുന്നത്, അതിലുപരി ശ്രദ്ധാവാനായ ഒരാൾക്കാണ് അറിവ് ലഭിക്കുന്നത്. അപ്പൊ അറിവിന്റെ പ്രേരക ഘടകം എന്ന് പറയുന്നത് രണ്ട് കാര്യങ്ങൾ, നേരത്തെ പറഞ്ഞു, ജിജ്ഞാസയും ശ്രദ്ധയുമാണ്. ഈ ശ്രദ്ധ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ ചിന്തിച്ചാൽ, ശ്രത്ത് ധത്തെ, അത് ശ്രത്ത് എന്ന് പറഞ്ഞൊരു വാക്ക് അതിലുണ്ട്, ധ എന്ന് പറഞ്ഞൊരു വാക്കുണ്ട്. ഇത് രണ്ടും ചേരുമ്പോഴാണ് ശ്രദ്ധ എന്ന വാക്ക് വരുന്നത്. ശ്രത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സത്യം എന്നാണ് അർത്ഥം. ധ എന്ന് പറഞ്ഞാൽ ധാരണ ചെയ്യുക എന്നാണ് അർത്ഥം. അപ്പൊ സത്യത്തെ ധാരണ ചെയ്യാനുള്ള കഴിവ്, സത്യത്തെ സ്വീകരിക്കാനുള്ള കഴിവ്, ആസ്തിക്യ ബുദ്ധിയാണ് ശ്രദ്ധ. ഒരാൾ നമ്മോടൊരു കാര്യം പറയുമ്പോൾ ആ വ്യക്തി പറയുന്ന കാര്യം അത് സത്യമാണ് എന്ന സ്വീകൃതി ബുദ്ധിയോടെ അതിനെ ധാരണ ചെയ്യുക, ഇതാണ് ശ്രദ്ധ. ഒരു വ്യക്തി നമ്മോടൊരു കാര്യം പറയുന്നു, നമുക്ക് ആ വാക്കുകളിൽ സംശയമാണ്, സത്യമാണോ കളവാണോ എന്നറിയില്ല, അത് ശ്രദ്ധയില്ല. ഈ ലോകത്തിലെ ഏതൊരു കാര്യത്തിലും ആ കാര്യം അത് വസ്തുതയാണ്, സത്യമാണ് എന്ന് അതിനെ മനസ്സിലാക്കി സ്വീകരിക്കാനുള്ള ആസ്തിക്യ ബുദ്ധിയാണ് ശ്രദ്ധ. അപ്പൊ ഈ ശ്രദ്ധയാകട്ടെ, ഈ ശ്രദ്ധ നമ്മളിൽ ഉണ്ടാകണമെങ്കിൽ ആ ശ്രദ്ധയെ നമ്മളിൽ ഉണ്ടാക്കുന്ന ഒരുപാട് ഘടകങ്ങളിൽ ഒരു ഘടകമാണ് സദാചാരം. ജീവിതത്തിൽ നാം എത്രത്തോളം സദാചാര നിഷ്ഠനാകുന്നുവോ, സത്യത്തെ ആചരിക്കുന്നുവോ, അത്രത്തോളം ശ്രദ്ധ എന്ന് പറയുന്ന ഗുണം നമ്മളിൽ പ്രബലമാകും. അതുകൊണ്ടാണ് ഈ ശ്ലോകത്തിൽ, കഴിഞ്ഞ ശ്ലോകത്തിൽ ശിഷ്യന്മാരുടെ കൂടെ ബോധാനന്ദ മുഖ ശിഷ്യാഹ എന്ന് പറഞ്ഞിട്ടുള്ളത്. ബോധാനന്ദനെ പോലെയുള്ള ശിഷ്യന്മാർ, ജീവിതത്തിൽ സത്യത്തെ മാത്രം ധാരണ ചെയ്ത ശിഷ്യന്മാർ. അപ്പം നമ്മൾ പറഞ്ഞു വരുന്നത്, ഒരു ഗുരുനാഥന്റെ സന്നിധിയിലേക്ക് നമ്മെ എത്തിക്കുന്ന ഘടകങ്ങൾ, ഒന്ന് അറിവിനെ അറിയാനുള്ള ജിജ്ഞാസയാണ്, രണ്ട് ശ്രദ്ധയാണ്. അപ്പൊ ഈ ശ്രദ്ധയ്ക്ക് തന്നെ രണ്ട് വശങ്ങളുണ്ട്. ഒന്ന് ശ്രദ്ധ സാമാന്യമാണ്, രണ്ട് ശ്രദ്ധ വിശേഷമാണ്. ശ്രദ്ധ സാമാന്യം എന്ന് പറഞ്ഞാൽ നമ്മുടെ മനസ്സിന്റെ ഒരു അവസ്ഥയാണത്. നിഷേധാത്മകമായ യാതൊരു മനോവൃത്തികളും ഇല്ലാതെ സർവത്ര മംഗളമയ്യായ ഒരു ഭാവത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ഈ ലോകത്തെ വീക്ഷിക്കുക, ഒരു പോസിറ്റീവ് പേഴ്സൺ. യാതൊരു പ്രകാരത്തിലുള്ള നിഷേധാത്മക വൃത്തികളുമില്ല. എല്ലാ കാര്യങ്ങളിലും ഒരു മംഗളഭാവത്തെ കാണുക.
ഇതിനെയാണ് ശ്രദ്ധാ സാമാന്യം എന്ന് പറയുന്നത്. അതൊരു വ്യക്തിയുടെ ഗുണമാണ്. ഇനി നമ്മളിലുള്ള ഈ ശ്രദ്ധാ സാമാന്യം ക്രമേണ ഏതെങ്കിലും ഒരു വിശേഷ ആലംബനത്തിലേക്ക് പോകും. വിശേഷ ആലംബനം എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വസ്തുവിലേക്കോ ഏതെങ്കിലും ഒരു ഈശ്വര ഭാവത്തിലേക്കോ നമ്മുടെ ശ്രദ്ധ വിശേഷമായിട്ട് പതി. അതിനെയാണ് വിശേഷ ശ്രദ്ധ എന്ന് പറയുന്നത്. ലോകത്തില് ഒരുപാട് വ്യക്തികളുണ്ട്. ആ വ്യക്തികളുടെ കൂട്ടത്തിൽ ഏതെങ്കിലും ഒരു വ്യക്തി എൻ്റെ ശ്രദ്ധയുടെ ആലംബനമായി തീരും, എൻ്റെ വിശ്വാസത്തിന്റെ ആധാരമായി തീരും. ലോകത്ത് ഒരുപാട് ആചാര്യന്മാരുണ്ട്, ഒരുപാട് ഗുരുക്കന്മാരുണ്ട്. ആ കൂട്ടത്തിൽ ഒരു ഗുരുനാഥൻ എൻ്റെ ശ്രദ്ധയുടെ വിശേഷ ആലംബനമായി തീരും, വിശേഷ ആധാരമായി തീരും. അതോടുകൂടെ എന്ത് സംഭവിക്കും? ഞാൻ എൻ്റെ ശ്രദ്ധയ്ക്ക് ആലംബനമായി തീർന്ന ആ ആചാര്യനിൽ ശരണാഗതനാകും. അപ്പൊ നോക്കൂ, ശ്രദ്ധയാണ് നമ്മെ ഒരു ഗുരുവിന്റെ അടുത്തേക്ക് എത്തിക്കുന്നത്, ഒരു ആചാര്യന്റെ അടുത്തേക്ക് എത്തിക്കുന്നത്. ഈ ശ്രദ്ധയില്ലെങ്കിൽ, ഈ വിശേഷമായ ശ്രദ്ധയില്ലെങ്കിൽ നാം ഒരിക്കലും ആചാര്യ സന്നിധിയിൽ എത്തില്ല. അപ്പൊ ശ്രദ്ധ മാത്രം മതിയോ? കേവലം ശ്രദ്ധ മാത്രം കൊണ്ട് ആചാര്യ സന്നിധിയിലേക്കുള്ള നമ്മുടെ യാത്ര പൂർണ്ണമാകില്ല. അതിനെന്ത് വേണം? അതിന് ജിജ്ഞാസ വേണം. എന്തിനെക്കുറിച്ചുള്ള ജിജ്ഞാസ? സത്യത്തെ അറിയുവാനുള്ള, സത്യത്തെ സാക്ഷാത്കരിക്കുവാനുള്ള ഉത്കടമായ ജിജ്ഞാസ വേണം. ഈ രണ്ട് ഘടകങ്ങൾ നമ്മെ ആചാര്യ സന്നിധിയിൽ എത്തിക്കുകയും അതിനുശേഷം ഗുരൂപസത്തിയുടെ വിധികളെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ അധ്യായത്തിൽ അവസാന ശ്ലോകത്തിൽ വിചാരം ചെയ്തു. ശിഷ്യന്റെ ലക്ഷണമായിട്ട് ധർമ്മ അവേക്ഷണം എന്നൊരു വാക്കിനെ പറഞ്ഞു. ഈ ധർമ്മ അവേക്ഷണമാണ് ജിജ്ഞാസ, ധർമ്മത്തെ ദർശിക്കുവാനുള്ള ആഗ്രഹം. ആ ശിഷ്യൻ എപ്രകാരം ഗുരുവിനെ സമീപിക്കണം എന്നുള്ളതിന്റെ വിധിയും പറഞ്ഞു. ആ വിധി നമ്മൾ ചർച്ച ചെയ്തു. 3 കാര്യങ്ങളാണ്. 1 ഉപാഗമനം, 2 പ്രണിപാതം, 3 അന്വയുഞ്ജത. ഉപാഗമനം എന്ന് പറഞ്ഞാൽ ആദ്യമായിട്ട് ഗുരുവിന്റെ സന്നിധിയിലേക്ക് നമ്മുടെ ശരീരം കൊണ്ട് യാത്രയാകണം. ഗുരുനാഥൻ എവിടെ വസിക്കുന്നുവോ ഗുരുവിന്റെ കൂടെ വസിക്കുവാനുള്ള ഒരു കഴിവ് നമുക്ക് വേണം. കാരണം ത്യാഗമുണ്ടെങ്കിലേ നമുക്ക് ഗുരുവിന്റെ സന്നിധിയിൽ താമസിക്കാൻ സാധിക്കും. അപ്പൊ ത്യാഗബുദ്ധിയാണ് ഈ ഉപാഗമനം എന്ന വാക്കിലൂടെ അർത്ഥമാക്കേണ്ടത്. കൂടാതെ കഴിഞ്ഞ ശ്ലോകത്തിൽ ഗുരുവിൽ പറയപ്പെട്ടിട്ടുള്ള ലക്ഷണങ്ങൾ: നീതി വൈജ്ഞാനികനാണ്, സർവതന്ത്ര സ്വതന്ത്രനാണ്, ബ്രഹ്മനിർലീന മാനസനാണ്, ധർമ്മ മർമ്മജ്ഞനാണ് ഇത്യാദി ലക്ഷണങ്ങളോട് അടുത്തിരിക്കാനുള്ള കഴിവും വേണം. പൂർണ്ണമായിട്ടും അവയെ പ്രാവർത്തികമാക്കാൻ കഴിഞ്ഞില്ലെങ്കിലും ആ ലക്ഷണങ്ങളുടെ ഏകദേശം അടുത്തെങ്കിലും ഇരിക്കാൻ നമുക്ക് കഴിയണം. ഈ 2 കാര്യങ്ങളെ നമുക്ക് ഉപാഗമനം എന്ന വാക്കിലൂടെ മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ഉപാഗമനം കഴിഞ്ഞാൽ പ്രണിപാതം ചെയ്യണം. പ്രണിപാതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ അഹങ്കാരത്തെ സ്വാമി തൃപ്പാദങ്ങളിൽ സമർപ്പിതമാക്കാനുള്ള ഭാവമാണ്. സേവാ നമസ്കാരങ്ങൾ ചെയ്യണം. അതിനുശേഷമാണ് ഗുരുനാഥനോട് ചോദ്യങ്ങൾ ചോദിക്കേണ്ടത്. ഈ ഉപാഗമനവും പ്രണിപാതവും നമ്മുടെ ശ്രദ്ധയുടെ പ്രകടിത ഭാവങ്ങളാണെങ്കിൽ അന്വയുഞ്ജത, ചോദ്യങ്ങൾ ചോദിക്കുക എന്നുള്ളത് നമ്മുടെ ജിജ്ഞാസയുടെ പൂർത്തീകരണമാണ്. കാരണം നേരത്തെ പറഞ്ഞ ജിജ്ഞാസയും ശ്രദ്ധയുമാണ് ഒരു വ്യക്തിയെ ഗുരുവിന്റെ സന്നിധിയിലേക്ക് എത്തിക്കുന്നത്. അപ്പൊ ആ ജിജ്ഞാസ എന്തിനെ കുറിച്ചായിരിക്കണം? ബ്രഹ്മവിദ്യാ പഞ്ചകത്തിൽ ഒരു ശിഷ്യൻ ഗുരുവിന്റെ അടുത്ത് ചെന്ന് ജിജ്ഞാസയെ ഉണർത്തിക്കുന്നത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഹം കഹ ഇദം ജഗത് കുതഹ. 2 ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഞാൻ ആര്? ഈ ലോകം എവിടെ നിന്ന് വന്നു? പക്ഷെ ആ 2 ചോദ്യങ്ങളും ഏറ്റവും ഉയർന്ന ആത്മജ്ഞാനത്തിലേക്ക് നമ്മെ എത്തിക്കുന്ന ചോദ്യങ്ങളാണ്. പക്ഷെ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ധർമ്മത്തെ അവേക്ഷണം ചെയ്യുന്ന, ധർമ്മ തത്പരനായിരിക്കുന്ന ഒരു ജിജ്ഞാസുവാണ് ഗുരുവിനെ സമീപിച്ചത്.
അതുകൊണ്ട് ആ ജിജ്ഞാസുവിന്റെ ചോദ്യം ആത്യന്തികമായ ആത്മജ്ഞാനത്തിലേക്ക് നമ്മെ നയിക്കുന്ന ചോദ്യങ്ങളായിരിക്കില്ല. മറിച്ച് ഈ ധർമ്മവുമായി ബന്ധപ്പെട്ട് ഈ പ്രായോഗിക ജീവിതത്തിൽ നാം നമ്മുടെ മുമ്പിൽ കാണുന്ന ഈ ലോകത്തില് പ്രായോഗികമായ ജീവിതത്തിൽ ഉള്ള വൈരുദ്ധ്യങ്ങളെയും ആ വൈരുദ്ധ്യങ്ങളെ എപ്രകാരമെല്ലാം സമന്വയിപ്പിക്കാം എന്ന തരത്തിലുള്ള ചോദ്യമായിരിക്കും ഈ ജിജ്ഞാസു ഉന്നയിച്ചിട്ടുണ്ടാവുക. കാരണം വിഷയം ഇവിടെ ധർമ്മമായതിനാൽ. അപ്പൊ അങ്ങനെ ധർമ്മസംബന്ധിയായ ചോദ്യങ്ങൾ ചോദിച്ചു എന്നതിനെ ബോധിപ്പിക്കാനാണ് അന്വയുഞ്ജത എന്ന വാക്ക് 13-ാം ശ്ലോകത്തില് അവസാനം പ്രയോഗിച്ചിട്ടുള്ളത്. അന്വയുഞ്ജത എന്ന് പറഞ്ഞാൽ ചോദിക്കുക എന്നാണ് അർത്ഥം. ഇപ്പൊ സാധാരണഗതിയിൽ ചോദിക്കുക എന്നുള്ളതിന് ഒരുപാട് വേറെ പദങ്ങളുണ്ട്. ആ പദങ്ങൾ ഉപയോഗിക്കാമായിരുന്നു ഇവിടെ. പക്ഷെ എന്തുകൊണ്ടാണ് ഗുരുനാഥൻ ഇവിടെ അന്വയുഞ്ജത എന്നൊരു പദം ചോദിക്കുക എന്ന അർത്ഥത്തിൽ പ്രയോഗിച്ചത്? നമ്മൾ അതും ചർച്ച ചെയ്തതാണ്. അന്വയുഞ്ജത എന്നുള്ള വാക്ക് ഉണ്ടായിട്ടുള്ളത് യുജർ യോഗേ എന്നുള്ള ധാതുവിൽ നിന്നാണ്. അതായത് കൂട്ടിച്ചേർക്കുക, രണ്ടിനെയും ഒന്നാക്കി മാറ്റുക എന്നാണ് ആ ധാതുവിന്റെ അർത്ഥം. അപ്പൊ താൻ ഗുരുസമക്ഷം ചോദിക്കാൻ പോകുന്ന ചോദ്യങ്ങൾ, ആ ചോദ്യങ്ങളുടെ ഉത്തരവും തൻ്റെ ജീവിതവും നമ്മുടെ ജീവിതവും ഒന്നായി തീരണം, അവ തമ്മിലൊരു യോഗമുണ്ടാകണം എന്നതുകൂടി അന്വയുഞ്ജത എന്ന ക്രിയാപദത്തിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കുവാൻ കഴിയും. ഇപ്രകാരം ആദ്യ അധ്യായം നമ്മൾ സംക്ഷിപ്തമായിട്ട് വിചാരം ചെയ്യുകയുണ്ടായി. അതിനുശേഷം ശിഷ്യന്മാരുടെ ചോദ്യങ്ങൾ, ധർമ്മസംബന്ധിയായ ചോദ്യങ്ങളാണ് ദ്വിതീയ സർഗത്തില് 2-ാം അധ്യായത്തിൽ ആരംഭിക്കുന്നത്. 2-ാം അധ്യായത്തിലെ 1-ാമത്തെ ശ്ലോകം, അതായത് ഈ ഗ്രന്ഥത്തിലെ 14-ാമത്തെ ശ്ലോകം പരിശോധിക്കാം. ശിഷ്യ ഊചുഹു ധർമാധർമ്മ വിവേചന അഭ്യർത്ഥന. എല്ലാവരുടെ അടുത്ത് പുസ്തകം ഉണ്ടാകുമെന്ന് കരുതുന്നു. ആ പുസ്തകം നോക്കണം. ഭഗവൻ സർവതത്വജ്ഞ ജീവലോകദയാപര ധർമാധർമ്മൗ വിവിച്യാത്യ ശ്രോതുമുത്കണ്ഠിതാവയം. ഒന്നുകൂടി ചൊല്ലാം. ഭഗവൻ സർവതത്വജ്ഞ ജീവലോകദയാപര ധർമാധർമ്മോ വിവിച്യാത്യ ശ്രോതുമുത്കണ്ഠിതാവയം. ഈ 2-ാമത്തെ അധ്യായത്തിലെ ദ്വിതീയ സർഗത്തിലെ ആദ്യത്തെ ശ്ലോകമാണിത്. ഈ ദ്വിതീയ സർഗത്തിൽ മുഖ്യമായ പ്രതിപാദ്യ വിഷയം എന്നുള്ളത് സമന്വയ ദർശനമാണ്. ശ്രീനാരായണ ദർശനത്തിന്റെ ഏറ്റവും മൗലികമായ അടിത്തറയാണ് സമന്വയം എന്നുള്ളത്. നമ്മൾ വിസ്തരിച്ച് മുന്നോട്ടത് പഠിക്കും. സമന്വയം എന്ന് പറഞ്ഞാൽ വൈരുദ്ധ്യങ്ങളെ കൂട്ടിച്ചേർക്കുക. ലോകത്ത് ഇന്നോളം അവതാരം ചെയ്ത എല്ലാ ദാർശനികരും ചിന്തകന്മാരും എല്ലാ പ്രവാചകന്മാരും എല്ലാം തന്നെ സമന്വയ ദർശനത്തെ അവതരിപ്പിക്കാനാണ് ശ്രമിച്ചത്. എന്തുകൊണ്ടാണ് സമന്വയ ദർശനത്തെ അവതരിപ്പിക്കേണ്ടി വരുന്നത്? കാരണം നമ്മൾ ഈ ലോകത്തെ നോക്കിക്കഴിഞ്ഞാൽ ഈ ലോകത്തിൽ വൈരുദ്ധ്യങ്ങളെ കാണാൻ കഴിയും. വ്യക്തികൾ തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ട്, ജാതികൾ തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ട്, മതങ്ങൾ തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ട്, ദേശങ്ങൾ തമ്മിൽ വൈരുദ്ധ്യങ്ങളുണ്ട്. വൈരുദ്ധ്യം എന്ന് പറഞ്ഞാൽ ഒന്നിനോടൊന്ന് വിരുദ്ധമായ ഭാവം. ഈ വൈരുദ്ധ്യങ്ങളെല്ലാം ഇവിടെ നിലനിൽക്കെ ഇപ്പൊ 100 കണക്കിന് വ്യക്തികളുണ്ട്. ഒരു വ്യക്തിയുടെ സ്വഭാവ സംസ്കാരം മറ്റ് ഒരു വ്യക്തിയുടെ സ്വഭാവ സംസ്കാരത്തിൽ നിന്നും വിഭിന്നമാണ്, വൈരുദ്ധ്യമാണ്. ഇനി ഇന്ന് നിലനിൽക്കുന്ന ജാതി വ്യവസ്ഥയെ നമ്മൾ എടുത്തു കഴിഞ്ഞാൽ ഓരോ ജാതി വിഭാഗത്തിന്റെയും പൊതുവായ സ്വഭാവ സംസ്കാരം ഇതര ജാതി വിഭാഗങ്ങളുടെ സ്വഭാവ സംസ്കാരത്തിൽ നിന്നും വ്യത്യസ്തമാണ്. ഒരു മതത്തിന്റെ പൊതുവായ സ്വഭാവ രീതികൾ ഇതര
മതത്തിന്റെ സ്വഭാവവുമായിട്ട് വ്യത്യസ്തമാണ്, വൈരുദ്ധ്യമാണ്. എന്തിനു പറയുന്നു? ഒരു ദേശത്തിന്റെ സ്വഭാവ രീതികൾ, കാലാവസ്ഥ ഇതര ദേശത്തിന്റെ സ്വഭാവ രീതികളുമായിട്ട് വൈരുദ്ധ്യമാണ്. അങ്ങനെ നമ്മുടെ ജീവിതത്തിന്റെ മുമ്പിലുള്ള കാഴ്ചകളെയും ഈ പ്രപഞ്ചത്തെയും നിരീക്ഷിച്ചു കഴിഞ്ഞാൽ ഇവിടെ മുഴുവനായിട്ട് വൈരുദ്ധ്യങ്ങൾ മാത്രമേ ഉള്ളൂ എന്ന് നമുക്ക് അറിയാൻ കഴിയും. ഈ വൈരുദ്ധ്യങ്ങളെല്ലാം അതേപോലെ തന്നെ നിലനിന്നാൽ അത് അപകടമാണ്. കാരണം ഈ വൈരുദ്ധ്യങ്ങൾ തമ്മിൽ പരസ്പരം ഏറ്റുമുട്ടും. വിരുദ്ധ ഭാവങ്ങൾ തമ്മിൽ എപ്പോഴും ഏറ്റുമുട്ടിക്കൊണ്ടേയിരിക്കും. വിരുദ്ധ ഭാവങ്ങൾ തമ്മിൽ ഏറ്റുമുട്ടിക്കഴിഞ്ഞാൽ സുഖകരമായ ഒരു ലോക ജീവിതം സാധിക്കില്ല. കാരണം എൻ്റെ സ്വഭാവത്തിൽ നിന്നും തീർത്തും വ്യത്യസ്തമായ, വിരുദ്ധമായ സ്വഭാവമുള്ള മറ്റു വ്യക്തികൾ, ആ വ്യക്തികളുടെ കൂടെ നാം കഴിയണം. ഈ ജാതിയുടെ സ്വഭാവ രീതികളിൽ നിന്നും വ്യത്യസ്തമായ സ്വഭാവ രീതിയുള്ള മറ്റൊരു ജാതി, അങ്ങനെയുള്ള വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ ജാതികൾ തമ്മിൽ ഒരുമിച്ച് വസിക്കണം. വൈരുദ്ധ്യങ്ങൾ നിറഞ്ഞ മതങ്ങൾ തമ്മിൽ ഒരുമിച്ച് വസിക്കണം. അപ്പൊ ഇങ്ങനെ വൈരുദ്ധ്യങ്ങളെ തമ്മിൽ ഒരുമിച്ച് മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പലപ്പോഴും സംഘർഷമുണ്ടാകും. അപ്പൊ ഈ സംഘർഷത്തെ എങ്ങനെ മാറ്റാം? വൈരുദ്ധ്യാത്മകമായ ഈ ലോകത്ത് വൈരുദ്ധ്യങ്ങൾ നിലനിൽക്കെ തന്നെ അവയെ എങ്ങനെ കൂട്ടി യോജിപ്പിച്ച് മുന്നോട്ട് കൊണ്ടുപോകാം എന്നതിനെയാണ് സമന്വയ ദർശനം എന്ന് പറയുന്നത്. ഈ സമന്വയ ദർശനം ലോകത്തിലെ പല ആചാര്യന്മാരും അവതരിപ്പിച്ചിട്ടുണ്ട്. നാസ്തികരും ആസ്തികരും ആത്മീയവാദികളായിട്ടുള്ളവരും ഭൗതികവാദികളായിട്ടുള്ളവരും അങ്ങനെയുള്ള പല ആചാര്യന്മാരും ഇങ്ങനെ ഒരു സമന്വയ ദർശനത്തെ, എങ്ങനെ വൈരുദ്ധ്യങ്ങളെല്ലാം കൂട്ടിച്ചേർത്ത് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അത്തരം സമന്വയ ദർശനങ്ങളിലെല്ലാം തന്നെ നമുക്ക് പല പല അപൂർണതകളെയും കാണാൻ സാധിക്കും. ഉദാഹരണത്തിന് ഒരു ആചാര്യൻ പറയുകയുണ്ടായി, ഒരു ആചാര്യൻ മീൻസ് ചില ആചാര്യന്മാർ പറയുകയാണ്, വൈരുദ്ധ്യങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഉള്ള ഏറ്റവും നല്ല വഴി എന്ന് പറയുന്നത് വിരുദ്ധമായതിനെയെല്ലാം തന്നെ ഇല്ലാതാക്കുക. എൻ്റെ ആശയത്തെ, ഞാൻ പ്രതിനിധാനം ചെയ്യുന്ന ആശയത്തെ നിലനിർത്തുക, ആ ആശയത്തിന് വിരുദ്ധമായിട്ടുള്ള എല്ലാ ആശയങ്ങളെയും നശിപ്പിച്ച് കളയുക. അപ്പോൾ വൈരുദ്ധ്യങ്ങൾ ഇല്ലാതായി. ഇത്തരത്തിലുള്ള പലതരത്തിലുള്ള സമന്വയ ദർശനങ്ങളും ഈ ലോകത്തുണ്ടായിട്ടുണ്ട്. ഈ കൂട്ടത്തിൽ ഇന്നോളം മറികടക്കുവാൻ സാധിക്കാത്ത തരത്തിൽ ഇനി ലോകത്തിലെ ഒരു ആചാര്യനും ഒരു ഋഷിക്കും ഒരു തത്വചിന്തകനും കൊണ്ടുവരാൻ കഴിയാത്ത തരത്തിലുള്ള പരിപൂർണമായ ഒരു സമന്വയ ദർശനമാണ് സ്വാമി തൃപ്പാദങ്ങൾ ഈ ലോകത്തിനു വേണ്ടി സംഭാവന നൽകിയിട്ടുള്ളത്. ഇപ്പൊ ഗുരുവിന്റെ ആ ഒരു മഹനീയമായ സമന്വയ ദർശനം എന്താണെന്ന് നമുക്ക് ഈ 2-ാം അധ്യായത്തിൽ കാണാൻ കഴിയും. അപ്പൊ ആ സമന്വയ ദർശനത്തിലേക്ക് കടക്കുന്നതിന് മുമ്പ് ഏതെല്ലാം ഘടകങ്ങളാണ് ഇവിടെ സമന്വയത്തെ ഇല്ലാതാക്കി വൈരുദ്ധ്യങ്ങളെ നിറച്ചിരിക്കുന്നത്, ഈ ലോകത്ത് എന്തെല്ലാം വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്നുള്ളത് ഈ അധ്യായത്തിലെ 15-ാം ശ്ലോകം തൊട്ട് 25 കൂടിയുള്ള 11 ശ്ലോകങ്ങൾ, അതായത് ഈ അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകം തൊട്ട് മുന്നോട്ട്, നമ്മൾ ശ്ലോകത്തിന്റെ സംഖ്യ ആദ്യമേ എടുത്തു കഴിഞ്ഞാൽ 15-ാം ശ്ലോകം തൊട്ട് 25 കൂടിയുള്ള 25 വരെയുള്ള 15 ശ്ലോകങ്ങൾ സാമൂഹ്യ ജീവിതത്തിലെ ഓരോ വൈരുദ്ധ്യങ്ങളെയും എണ്ണി എണ്ണി പറയുന്നതാണ്. അത് കഴിഞ്ഞ് 26 തൊട്ട് 65 വരെയുള്ള ശ്ലോകങ്ങൾ ഈ എല്ലാ വൈരുദ്ധ്യങ്ങളെയും എങ്ങനെ സമന്വയിപ്പിക്കാം എന്ന ഗുരുവിന്റെ സമന്വയ ദർശനത്തെയാണ് അവതരിപ്പിക്കുന്നത്. ഈ 66-ാമത്തെ ശ്ലോകം എന്ന് പറയുന്നത് 3-ാമത്തെ സർഗത്തിലേക്ക്, 3-ാമത്തെ അധ്യായത്തിലേക്ക് കടക്കുന്ന ഒരു പ്രവേശനമാണ്. അപ്പൊ ഇപ്രകാരമാണ് ഈ ഒരു അധ്യായത്തിന്റെ സ്ട്രക്ചർ ഉള്ളത്. അതിൽ ആദ്യത്തെ ശ്ലോകമാണ് നമ്മൾ ഇപ്പോൾ ചൊല്ലിയത്. ഭഗവാൻ സർവതത്വജ്ഞ ജീവലോക ദയാപര ധർമാധർമ്മോ വിവിച്ഛാദ്യ ശ്രോതും ഉത്കണ്ഠിതാവയം എന്നാണ് പറഞ്ഞിട്ടുള്ളത്.
അപ്പൊ നോക്കൂ, ഇവിടെ ശിഷ്യഗണങ്ങള്, ശിഷ്യ ഊച്ചു എന്ന് പറഞ്ഞാൽ ഒരുപാട് ശിഷ്യന്മാർ ഉള്ളത് കൊണ്ടാണ് ബഹുവചനത്തിൽ ഊച്ചുഹു, ശിഷ്യന്മാർ പറഞ്ഞു എന്ന്, ശിഷ്യന്മാർ ചോദിച്ചു എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പൊ ആദ്യമായിട്ട് ഗുരുവിനെ അഭിസംബോധന ചെയ്യുകയാണ്, ഹേ ഭഗവൻ, അല്ലയോ ഭഗവൻ. ഈ ഭഗവൻ എന്നുള്ള വാക്ക്, ആ ഒരു അഭിസംബോധന നമുക്ക് പല സന്ദർഭങ്ങളായി നമ്മൾ പഠിച്ചതാണ് ആ വാക്കിന്റെ അർത്ഥം. മാത്രമല്ല സാന്ദർഭികമായിട്ട് നമ്മൾ ഒരു ചെറിയ കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ കഴിഞ്ഞ കുറച്ച് ദിവസം മുമ്പ് ഒരു സോഷ്യൽ മീഡിയയിൽ ഒരു പോസ്റ്റ് കണ്ടു, ഗുരുവിനെ ഭഗവാൻ എന്ന് വിളിക്കാൻ പാടില്ല എന്നൊക്കെ പറഞ്ഞിട്ട്. ഭഗവാൻ എന്ന് വിളിക്കുന്നത് അതൊരു ശരിയായ പ്രയോഗമല്ല, അങ്ങനെ ഗുരുവിനെ അങ്ങനെ വിളിക്കരുത്, ഇങ്ങനെ വിളിക്കരുത്, ഇങ്ങനെ വിളിക്കണം എന്നൊക്കെയുള്ള വളരെ ബാലിഷ്യമായ അഭിപ്രായങ്ങൾ നമ്മൾ കേൾക്കാറൊക്കെ ഉണ്ട്. ഇവിടെ ശ്രദ്ധിക്കേണ്ടത് സാക്ഷാൽ ഗുരുവിന്റെ അന്തരംഗ ശിഷ്യന്മാർ തന്നെയാണ് ഗുരുവിനെ ഭഗവൻ എന്ന് പറഞ്ഞ് ഇവിടെ അഭിസംബോധന ചെയ്യുന്നത്. ഹേ ഭഗവൻ. അപ്പൊ നമുക്ക് ഗുരുവിനെ മനസ്സിലാക്കാനുള്ള ഒരു പ്രമാണം, ഗുരുവിന്റെ സ്വരൂപത്തെ അറിയാനുള്ള ഒരു പ്രമാണം, ഗുരുവിന്റെ സാന്നിധ്യത്തെ നേരിട്ട് അനുഭവിച്ച ശിഷ്യന്മാർ എപ്രകാരമാണ് ഗുരുവിനോട് വ്യവഹരിച്ചിരുന്നത്, എപ്രകാരമാണ് അവർ ഗുരുവിനെ അഭിസംബോധന ചെയ്തത്, ഗുരുവിനെ നോക്കിക്കണ്ടത്, ഇത് നമുക്ക് ഗുരുവിന്റെ സ്വരൂപത്തെ മനസ്സിലാക്കാനുള്ളൊരു പ്രമാണമാണ്. അതുകൊണ്ട് ഹേ ഭഗവൻ, അല്ലയോ ഭഗവാനെ എന്ന് വിളിക്കുകയാണ്. ഭഗവാൻ എന്ന വാക്കിന്റെ അർത്ഥം നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പഠിച്ചതാണ്. ഭഗത്വം, ഭഗമെന്ന് പറയുന്ന 6 പ്രകാരത്തിലുള്ള ഗുണങ്ങൾ, ഐശ്വര്യം, വീര്യം, യശസ്, ശ്രീ, ജ്ഞാനം, വൈരാഗ്യം, ഇതാരിലുണ്ടോ ആ വ്യക്തിയെ നമ്മൾ ഭഗവാൻ എന്ന് പറയും. അപ്പൊ ഇവിടെ മതുപ്പ് എന്നുള്ളൊരു പ്രത്യയമുണ്ട്, മതുപ്പ്. ആ മതുപ്പ് പ്രത്യയം ചേർത്തുകൊണ്ടാണ് ഭഗവൻ എന്ന വാക്ക്, അതിന്റെ ആ ശബ്ദം ഭഗവത്താണ്, ഭഗവത്. ആ ഭഗവത്തിന്റെ പ്രഥമ ഏകവചനത്തിൽ വരുന്നതാണ് ഭഗവൻ. ഈ മതുപ്പ് എന്നുള്ള പ്രത്യയം നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ, ഒരു വാക്കിന്റെ കൂടെ ചേർത്ത് കഴിഞ്ഞാൽ അതുള്ളവൻ എന്നർത്ഥം കിട്ടുന്നു. ഇപ്പൊ നോക്കൂ, ധനവാൻ എന്ന് പറയുമ്പോൾ എന്താണ് അർത്ഥം? ധനമുള്ളവൻ. അതേപോലെ കാരുണ്യവാൻ എന്ന് പറയുമ്പോൾ കാരുണ്യമുള്ളവൻ. ഭഗവാൻ എന്ന് പറയുമ്പോൾ ഭഗം തുടങ്ങിയ 6 ഗുണങ്ങൾ ഉള്ളവൻ എന്നർത്ഥം. അപ്പൊ നോക്കൂ, നമുക്ക് നമ്മുടെ അടുത്ത് ഏത് കാര്യമുണ്ടോ ആ കാര്യമുള്ളയാളാണ് ഞാൻ. ധനവാൻ എന്ന് പറയുമ്പോൾ ലോകത്തില് ആരുടെയൊക്കെ അടുത്താണോ ധനമുള്ളത് ആ വ്യക്തിയോടൊക്കെ ധനവാൻ എന്ന് പറയും. ലോകത്തിൽ ഏത് വ്യക്തിയുടെ അടുത്ത് ധനമുണ്ടെങ്കിലും ആ വ്യക്തി എന്താണ് പറയുന്നത്? ധനവാൻ എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ലോകത്തിൽ എല്ലാവരുടെ അടുത്തും ബുദ്ധിയുണ്ട്. ബുദ്ധിയില്ലാത്ത ആരും തന്നെയല്ല. കാരണം ബുദ്ധി എന്ന് പറയുന്നത് അന്ധകരണ വിശിഷ്ടമായ ഒരു ശക്തിയാണ്. എല്ലാവരിലും മനസ്സുണ്ട്, ബുദ്ധിയുണ്ട്. ബുദ്ധി എല്ലാവരിലും ഉണ്ട്. പക്ഷെ എല്ലാവരെയും നമ്മൾ ബുദ്ധിമാൻ എന്ന് പറയുന്നില്ല. ധനമുള്ള എല്ലാവരെയും ധനവാൻ എന്ന് പറയണമെങ്കിൽ അതേപോലെ തന്നെ ബുദ്ധിയുള്ള എല്ലാവരെയും ബുദ്ധിമാൻ എന്നും പറയണം. പക്ഷെ എന്തുകൊണ്ട് പറയുന്നില്ല? അതെല്ലാവരും സ്വയം വിചാരം ചെയ്യുക. അപ്പൊ അങ്ങനെയുള്ള ഭഗവാൻ, അല്ലയോ ഭഗവാൻ, അങ്ങ് ആരാണ്? സർവതത്വജ്ഞനാണ്. ആ ശ്ലോകം ശ്രദ്ധിക്കുക, സർവതത്വങ്ങളെയും അറിഞ്ഞവൻ. അപ്പോ ഒരാൾക്ക് സർവതത്വജ്ഞനായിരിക്കാൻ സാധിക്കുമോ? ഈ ലോകത്തിലുള്ള എല്ലാ അറിവുകളെയും ഒരാൾക്ക് നേടുവാൻ കഴിയുമോ? ഈ ലോകത്ത് ഇന്നോളം നിലവിലുള്ള എല്ലാ ഭാഷകളെയും അറിയാം. ഈ ലോകത്ത് ഇന്നോളം നിലവിലുള്ള എല്ലാ ശാസ്ത്ര സാങ്കേതിക വിദ്യകളെയും അറിയാം. എല്ലാ ജ്ഞാനത്തെയും അറിയാം. അങ്ങനെ ആരെങ്കിലും ഉണ്ടോ? അപ്പൊ സർവതത്വജ്ഞൻ എന്ന് പറയുമ്പോൾ എല്ലാറ്റിനും അറിയണ്ടേ? അപ്പോ ഇംഗ്ലീഷ് ഭാഷ, സംസ്കൃത ഭാഷ, ഫ്രഞ്ച് ഭാഷ തുടങ്ങിയ സകല ഭാഷകൾ ഒരാൾ അറിഞ്ഞിരിക്കണം. അങ്ങനെ സാധ്യമാണ്. അപ്പൊ സർവതത്വജ്ഞൻ, എല്ലാ തത്വങ്ങളെയും അറിഞ്ഞവൻ എന്ന വാക്കിലൂടെ നാം എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരാൾക്ക് എപ്പോഴാണ് എല്ലാ തത്വങ്ങളെയും അറിയാൻ സാധിക്കുക? അതായത് ഒന്നിനെ അറിഞ്ഞാൽ, ഏതിനെ അറിഞ്ഞാലാണോ നമ്മൾ എല്ലാം അറിയുന്നത്, അതാണ് സർവജ്ഞത്വം. സർവജ്ഞത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാറ്റിനെയും അറിയുക എന്നല്ല അർത്ഥം. മറിച്ച് ഏതൊന്നിനെ അറിഞ്ഞാൽ നാം എല്ലാറ്റിനെയും നമുക്ക് അറിയുവാൻ കഴിയുന്നുവോ അതാണ് സർവജ്ഞത്വം. ഉദാഹരണത്തിന് നമുക്ക് ഒരു പഴയ ശ്ലോകമുണ്ട്, യഥാ സൗമ്യ ഏകേന മൃത്പിണ്ഡേന സർവം മൃണ്മയം വിജ്ഞാതകം സ്യാത് വാചാരംഭണം വികാരോ നാമധേയം മൃത്തിക ഇത്യവ സത്യം. അല്ലയോ സൗമ്യ, അല്ലയോ സുഹൃത്തെ,
ഏകേന മൃത്പിണ്ഡേന സർവം മൃണ്മയം വിജ്ഞാതകം സ്യാത്. നമുക്ക് മണ്ണിനെ കുറിച്ച് അറിഞ്ഞു കഴിഞ്ഞാൽ ആ മണ്ണ് കൊണ്ട് ഉണ്ടാക്കിയ എല്ലാ വസ്തുക്കളെ അറിയാൻ കഴിയും. മൺകലം, ചട്ടി, കുടം തുടങ്ങിയ എല്ലാ വസ്തുക്കളെയും ഏകേന മൃത്പിണ്ഡേന, ഒരു മൺകട്ടയെ അറിഞ്ഞു കഴിഞ്ഞാൽ സർവം മൃണ്മയം വിജ്ഞാതം സ്യാത്, ആ മൺകട്ട കൊണ്ട് ഉണ്ടാക്കിയ എല്ലാം തന്നെ മണ്ണാണെന്ന് നമുക്ക് അറിയാൻ കഴിയും. അതേപോലെ തന്നെ ഗുരുദേവൻ പറഞ്ഞിട്ടുണ്ട്, വ്യാപ്തം ഏന ചരാചരം ഗഡശരാദീവ മൃത്സത്തയ. ബ്രഹ്മവിദ്യാ പഞ്ചകത്തിലെ ശ്ലോകമാണ്. അതായത് മൃത്സത്തയ ഗഡശരാദീവ, ചട്ടി, കലം, കൂജ തുടങ്ങിയ എല്ലാ പാത്രങ്ങളിലും മണ്ണാണ് സത്താരൂപത്തിൽ വ്യാപിച്ചത്. അപ്പോൾ മണ്ണ് എന്ന് പറയുന്ന സത്തയെ അറിഞ്ഞാൽ ചട്ടിയുടെയും കലത്തിന്റെയും കൂജയുടെയും എല്ലാത്തിന്റെയും സത്ത നമുക്ക് അറിയാൻ കഴിയും. അതേ ഗ്രന്ഥത്തിൽ ഗുരു വീണ്ടും പറയുന്നുണ്ട്, സൃഷ്ടുവേദം പ്രകൃതിരനുപ്രവിശ്യതി എന്ന്. ഇതം സൃഷ്ടുവ, ഈ കാണപ്പെടുന്ന ജഗത്തിനെ സൃഷ്ടിച്ചിട്ട് പ്രകൃതിരനുപ്രവിശ്യതി, അതിന്റെ ഉള്ളിലേക്ക് കുടികൊണ്ടു ജനനി ദേവി. അപ്പൊ സർവത്ര എല്ലാ പ്രപഞ്ച പ്രതിഭാസങ്ങളിലും കുടികൊള്ളുന്ന ആ മായാശക്തിയെ നാം അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സർവജ്ഞനായി തീരാം. ഇപ്പൊ നോക്കൂ, ഗുരു വീണ്ടും പറയുന്നുണ്ട്, ആരായുകിൽ തിരകൾ നീരായിടുന്നു. നമ്മൾ സമുദ്ര തീരത്തേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ തിരയുണ്ട്, നുരയുണ്ട്, പതയുണ്ട്, അങ്ങനെ പല സംഭവങ്ങളുണ്ട്. ഈ വൈവിധ്യങ്ങളെല്ലാം ഓരോന്നിനെയും നാം എടുത്ത് അറിയണമെന്നില്ല. മറിച്ച് അവയിലെല്ലാം കുടികൊള്ളുന്ന ജലത്തെ മാത്രം അറിഞ്ഞാൽ മതി. ജലത്തെ അറിഞ്ഞു കഴിഞ്ഞാൽ തിര എന്താണെന്ന് അറിയാം, നുര എന്താണെന്ന് അറിയാം, പത എന്താണെന്ന് അറിയാം. അതേപോലെ തന്നെ ഈ കാണപ്പെടുന്ന മുഴുവൻ ചരാചരങ്ങളിലും വ്യാപ്തമായിരിക്കുന്ന ഒരേ ഒരു സത്യം, ആ സത്യത്തെ സാക്ഷാത്കരിച്ചു കഴിഞ്ഞാൽ ഒരാൾക്ക് സർവജ്ഞനായി തീരാം. അതുകൊണ്ട് സർവതത്വജ്ഞ എന്ന് പറഞ്ഞാൽ സർവതത്വങ്ങളിലും അനുസ്യൂതമായി തുടരുന്ന ആ സത്യത്തെ സാക്ഷാത്കരിച്ച മഹാപുരുഷ എന്നർത്ഥം. ഇനി അടുത്ത വാക്ക് നോക്കൂ. അടുത്ത വാക്കാണ് ജീവലോക ദയാപര. ജീവലോക ദയാപര എന്നുള്ള വാക്കിന്റെ ഒരു താത്പര്യം നമ്മൾ കഴിഞ്ഞ ശ്ലോകത്തിൽ പഠിച്ചതാണ്. അനുകമ്പയാണത്. അനുകമ്പ എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരെ സ്വന്തമായി കണ്ടു കഴിഞ്ഞാൽ ആ സ്വന്തമായ ആളുകളുടെ വേദനയും കഷ്ടവും എല്ലാം നമ്മുടെ കഷ്ടമായിട്ട് മാറും. ഇപ്പൊ നമുക്ക് നമ്മുടെ ശരീരത്തിനോ മനസ്സിനോ ഒരു കഷ്ടം വന്നു കഴിഞ്ഞാൽ ആ കഷ്ടത്തെ, ആ ദുഃഖത്തെ നമ്മൾ എത്രയും പെട്ടെന്ന് ഇല്ലാതാക്കാൻ ശ്രമിക്കും. നമ്മുടെ മനസ്സിനൊരു മുറിവ് വന്നു, നമ്മുടെ ശരീരത്തിനൊരു മുറിവ് വന്നു, അതിനെ ഇല്ലാതാക്കാൻ നാം വളരെ പെട്ടെന്ന് തന്നെ ശ്രമിക്കും. എന്തുകൊണ്ട്? കാരണം എൻ്റെ മനസ്സ് ആണ്, എൻ്റെ ശരീരമാണ്. അതേപോലെ തന്നെ ഈ ലോകത്തിലെ മുഴുവൻ ആളുകളുടെയും മനസ്സിനെയും ശരീരത്തെയും നമ്മുടെ സ്വന്തമായി കണ്ടു കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിയുടെ കഷ്ടത്തെയും ബുദ്ധിമുട്ടിനെയും ദുഃഖത്തെയും ഇല്ലാതാക്കാൻ നാം ശ്രമിക്കും. ഈ ഭാവത്തെയാണ് അനുകമ്പ എന്ന് പറയുന്നത്. ഗുരു പറഞ്ഞിട്ടുണ്ട്, കഷ്ടം ദീനം പിടിച്ചോ മതിരേതു കുടിച്ചോ കിടക്കുന്ന ലോകർക്ക് ഉത്തിഷ്ടോത്തിഷ്ട ശീഘ്രം നദിയിൽ മുഴുകുവാൻ കാലമായി വന്നിതിപ്പോൾ. ഇത് ഗുരുവിന്റെ മാനിഫെസ്റ്റോയാണ്, അനുകമ്പയുടെ മാനിഫെസ്റ്റോ. ഈ അനുകമ്പയെ കുറിക്കുവാനാണ് ജീവലോക ദയാപരൻ എന്ന് പറഞ്ഞിട്ടുള്ളത്. ജീവലോകത്തിൽ, ഈ കാണപ്പെടുന്ന ലോകത്തെ ജീവികളിൽ അപാരമായ കാരുണ്യം, ദയ ഉള്ളവനെ. അപ്പൊ ഗുരുവിനെ ഇപ്രകാരം വിശേഷിപ്പിച്ചിട്ട് പറയുകയാണ്, ധർമാധർമ്മോ വിവിച്യ ശ്രോതും വയം അധ്യ ഉത്കണ്ഠിത. ധർമ്മത്തെയും അധർമ്മത്തെയും വിവിച്യ എന്ന് പറഞ്ഞാൽ വേർതിരിച്ചിട്ട് ശ്രോതും കേൾക്കുവാൻ, അറിയുവാൻ, വയം ഞങ്ങൾ, അങ്ങയെ സമീപിച്ചിരിക്കുന്ന ഞങ്ങൾ, അദ്യ ഉത്കണ്ഠിത എന്ന് പറയുന്നു. അപ്പൊ ഈ അദ്യ എന്നുള്ള വാക്ക് ആ ശ്ലോകത്തിൽ കാണാൻ കഴിയും. അദ്യ എന്ന് പറഞ്ഞാൽ സംസ്കൃതത്തിൽ ഇന്ന് എന്നാണ് അർത്ഥം. ഗുരുവിനെ സമീപിച്ച് ശിഷ്യഗണങ്ങൾ പറയുകയാണ്, ധർമാധർമ്മങ്ങളെ വിവേചിച്ചറിയുവാൻ ഇന്ന് ഞങ്ങൾക്ക് ഒരുപാട് ഉത്കണ്ഠയുണ്ട്. അപ്പൊ ഇന്ന് എന്ന വാക്കിലൂടെ നാം മനസ്സിലാക്കേണ്ടത്, ആ സജ്ജനങ്ങള് ഗുരുവിന്റെ കൂടെ കുറെ കാലം താമസിക്കേണ്ടായി. അങ്ങനെ താമസിച്ചതിന് ശേഷമാണ് ഈ ചോദ്യം ചോദിക്കുന്നത്. ഇപ്പൊ കഴിഞ്ഞ അധ്യായത്തിൽ അവസാന ഭാഗത്ത് ഉപാഗമനം ചെയ്തു, അതിനുശേഷം നമസ്കരിച്ചു, പ്രണിപാതം ചെയ്തു, അതിനുശേഷം ചോദിച്ചു. അങ്ങനെ ഗുരുവിന്റെ കൂടെ ദീർഘനാൾ പ്രണതി സേവാദ്യ പ്രസന്നം ഗുരു, സേവാ നമസ്കാരങ്ങളെ കൊണ്ട് ഗുരുവിനെ ശുശ്രൂഷിച്ചു.
അപ്പൊ അങ്ങനെ കുറെ കാലം കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഞങ്ങൾ ചോദിക്കുന്നു. അപ്പൊ ഇന്ന് എന്ന വാക്കിലൂടെ ഗുരുകുലവാസത്തെ, ഇത്രയും കാലത്തെ ഗുരുകുലവാസത്തെ നമുക്ക് മനസ്സിലാക്കാം. ഇനി നോക്കൂ, ധർമ്മോ വിവിച്യ, ധർമ്മത്തെയും അധർമ്മത്തെയും വേർതിരിച്ചറിയുക. ഈ വിവിച്ച എന്നുള്ള ആ വാക്കിന്റെ അർത്ഥം വേർതിരിച്ചറിയുക എന്നുള്ളതാണ്. അപ്പൊ ഈ വിവിച്ച എന്നുള്ള വാക്കിന്റെ വിസ്തൃതമായ അർത്ഥചിന്തനം ഇതേ അധ്യായത്തില് 32-ാമത്തെ ശ്ലോകമുണ്ട്. ദ്വൈവിധ്യം ജഗതോപാധി എന്ന് പറയുന്ന ശ്ലോകം. ആ ശ്ലോകത്തിൽ വിവിച്ച എന്നുള്ള ഈ വാക്കിന്റെ വിസ്തൃതമായ അർത്ഥചിന്തനം ഉണ്ടായിരിക്കുന്നതാണ്. വയം ഉത്കണ്ഠിത, ഞങ്ങള് ഉത്കണ്ഠയുള്ളവരായി തീർന്നിരിക്കുകയാണ്. ഈ ഉത്കണ്ഠ എന്ന് പറഞ്ഞാൽ അനുപസ്ഥിതമായ ഒരു വസ്തു. ആ വസ്തു അനുപസ്ഥിതമാണ്, പ്രേമാസ്പദവുമാണ്. അനുപസ്ഥിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അസാന്നിധ്യം. നമുക്ക് പ്രേമാസ്പദമായ ഒരു വസ്തുവിന്റെ സാന്നിധ്യം നമ്മുടെ അടുത്തില്ല. പക്ഷെ ആ വസ്തുവിനെ നാം പ്രാപിക്കാൻ തീവ്രമായിട്ട് ആഗ്രഹിക്കുന്നു. സാന്നിധ്യം ഉണ്ടെങ്കിൽ നാം പ്രാപിക്കാൻ ആഗ്രഹിക്കില്ലല്ലോ. ഇപ്പൊ സാന്നിധ്യമില്ലാത്ത, അതായത് അനുപസ്ഥിതമായിരിക്കുന്ന, അതേസമയം പ്രേമാസ്പദവുമായിരിക്കുന്ന ഒരു വസ്തുവിനെ പ്രാപിക്കുവാനുള്ള തീവ്രമായ ഇച്ഛയാണ് എന്ത് പറയുന്നത്, ഉത്കണ്ഠ എന്ന് പറയുന്നത്. അപ്പൊ ധർമ്മത്തെ കുറിച്ച് ഈ ശിഷ്യഗണങ്ങൾക്ക് ധർമ്മത്തിന്റെ സ്വരൂപത്തെ കുറിച്ച് ഇപ്പോൾ അറിയുവാൻ കഴിയുന്നില്ല. ആ ധർമ്മത്തിന്റെ സ്വരൂപസ്ഥിതി ആ ശിഷ്യഗണങ്ങളെ സംബന്ധിച്ച് ഇപ്പോൾ അനുപസ്ഥിതമാണ്. എന്നാൽ ധർമ്മത്തോട് വളരെയധികം പ്രേമവുമുണ്ട്. അപ്പോൾ തങ്ങൾക്ക് പ്രേമാസ്പദമായിരിക്കുന്ന, അതേസമയം ഇപ്പോൾ അനുപസ്ഥിതമായിരിക്കുന്ന ആ വസ്തുവിനെ അറിയുവാനുള്ള തീവ്രമായ ആഗ്രഹത്തെ ബോധിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് ഉത്കണ്ഠ എന്ന വാക്കോടെ പറഞ്ഞിട്ടുള്ളത്. ചുരുക്കി പറഞ്ഞാൽ, സർവജ്ഞനും കരുണാനിധിയുമായ ഭഗവാനെ ധർമ്മ അധർമ്മങ്ങളെ പറ്റി നല്ല രീതിയിൽ വേർതിരിച്ചറിയുവാൻ ഇന്ന് ഞങ്ങൾ വളരെയധികം ആഗ്രഹിക്കുന്നു. എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് ധർമ്മ അധർമ്മങ്ങളെ കുറിച്ച് ഈ രീതിയിൽ വേർതിരിച്ചറിയുവാനുള്ള ആഗ്രഹമുണ്ടായത്? അതാണ് തുടർന്നുള്ള ശ്ലോകത്തിൽ പറയുന്നത്. അത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. ഇന്ന് ഇത്രയും പറഞ്ഞുകൊണ്ട് ഉപസംഹരിക്കുന്നു. ഓം തത്സത്. ശ്രീനാരായണ ഗുരുവർപ്പണമസ്തു. ഓം പൂർണ്ണമത പൂർണ്ണമിദം പൂർണ്ണാത് പൂർണ്ണമുദച്യതേ പൂർണ്ണസ്യ പൂർണ്ണമാദായ പൂർണ്ണമേവാവശിഷ്യതേ. ഓം ശാന്തി ശാന്തി ശാന്തി.